visa is not a right, it is a privilege. That includes immigration. എന്താ ഷാജ ഈ പറഞ്ഞ പോലെ ട്രംപിന് അമേരിക്കയിൽ കിടന്ന് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന പണി പോരാഞ്ഞിട്ടാണോ യൂറോപ്പിലും പോയി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാലെന്ന് പുള്ളി തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയേക്കുവാണോ? അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ജിൻസിന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ജിൻസിന്റെ വീട്ടിലെ പോളിസീസും റൂൾസും അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കണം. അല്ലാതെ അവിടെ വന്നിട്ട് ഞാനത് ചേഞ്ച് ചെയ്യാനായിട്ടല്ല ശ്രമിക്കുന്നത്. പഠിക്കാനെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വന്നിട്ട് പെട്ടെന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു കൈകാലിട്ട് അടിയാണ് അവസാനം. അത് മാത്രമാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇറ്റ്സ് എ ടെറിബിൾ സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഹാവിംഗ് ആൻ ഇൻവേഷൻ. Do something to stop this. അല്ല ഷാജൻ, ഇതിനകത്ത് എന്നറിയോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ വരെ തേങ്ങ ചാടി എന്ന് പറഞ്ഞ പോലെ തേങ്ങ ചാടുവല്ലേ ഇത്. നമ്മുടെ പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് അവരെ തലക്കിട്ടി തേങ്ങ വെച്ച് എറിയത്. ഒരു കാര്യം ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കണം. നമസ്കാരം, വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായില്ല, 29 ജൂലൈ 29 ട്രംപ് UK ട്രംപിന്റെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയുടെ ഷെയറൊക്കെ മേടിക്കാനായിട്ട് പുള്ളി UK പോയായിരുന്നല്ലോ, സ്കോട്ട്ലൻഡിൽ. അവിടെ ചെന്ന് അമേരിക്കയിലെ പോലെ തന്നെ ട്രംപ് ചില പ്രസ്താവനകളൊക്കെ നടത്തി. എനിവേ യൂറോപ്പിൽ ഇപ്പം മലയാളികൾക്ക് ഒരു കിടക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, അയർലൻഡിലും ജർമ്മനിയിലും ഒക്കെ ട്രംപിന്റെ ആ ഒരു പ്രസ്താവന വളരെ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് നടക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. എന്താ ഷാജ ഈ പറഞ്ഞ പോലെ ട്രംപിന് അമേരിക്കയിൽ കിടന്ന് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന പണി പോരാഞ്ഞിട്ടാണോ യൂറോപ്പിലും പോയി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാലെന്ന് പുള്ളി തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയേക്കുവാണോ? ജിൻസെ, ജൂലൈയില് ട്രംപ് യൂറോപ്പിൽ ഒരു വിസിറ്റ് നടത്തി. ആ വിസിറ്റ് നടത്തിയ സമയത്ത് ട്രംപ് അവിടെ വെച്ച് ചില പ്രസ്താവനകളൊക്കെ നടത്തി. ഇപ്പൊ യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെ പോയാലും പ്രസിഡന്റ് ട്രംപ് എന്ത് പറഞ്ഞാലും അത് വിവാദമാവും. അതിപ്പോ നിങ്ങൾ കുറച്ചുപേർ അത് ഏറ്റുപിടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണ് പുള്ളിയുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ നോക്കുന്നത് അന്ന് ട്രംപ് തലേദിവസം രാത്രിയിൽ എന്ത് പറഞ്ഞു. ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നുടനെ പകല് മുഴുവൻ ട്രംപ് എന്ത് പറഞ്ഞു അത് നോക്കും. എന്നിട്ട് അന്ന് വൈകിട്ടത്തെ ചർച്ചയാക്കും. അർണാബാണെങ്കിൽ ഇപ്പൊ തുടങ്ങിക്കാണും. ഇന്നിപ്പോ പകല് മുഴുവൻ പറഞ്ഞ എന്താണെന്ന് പറയാം, നാളെ അറ്റാക്ക് ചെയ്യണമല്ലോ. ഇന്നിപ്പോ ഒരു പുതിയ സാധനം മിക്കവാറും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ജനറൽ വന്ന ഒരു സംഗതിയുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അപ്പൊ പ്രസിഡന്റ് ട്രംപ് രാവിലെ എന്ത് പറയുന്നു, ഉച്ചയ്ക്ക് എന്ത് പറയുന്നു, 10 മണിക്ക് എന്ത് പറയുന്നു. കാരണം ലോക മാധ്യമങ്ങൾ പുള്ളിയുടെ പുറകെയാണ്. അതിനകത്തിൽ തെറ്റ് പറയാനില്ല. കാരണം ഫ്രീ വേൾഡിന്റെ ലീഡറാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്, ലോകത്തിലെ ഏറ്റവും അധികാരമുള്ള ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ പോകും. ഇപ്പൊ ജിൻസ് പറഞ്ഞ കാര്യം, ട്രംപ് യൂറോപ്പിൽ ചെന്നിട്ട് ഒരു പ്രസ്താവന നടത്തി. അത് ഒന്നുമില്ല, ട്രംപ് ഇത്രേ പറഞ്ഞുള്ളൂ, യൂറോപ്പിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. യൂറോപ്പിൽ നടക്കുന്നത് ഒരു ഇൻവേഷനാണ്. അതിപ്പം എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള സ്ഥലത്ത് നടക്കുന്നത് വെറും ഒരു ഇമിഗ്രേഷൻ അല്ല, ഒരു ഇൻവേഷനാണ്. സി, മാസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻവേഷനാണ്. നമ്മള് ഇവിടെ കണ്ടതും അത് തന്നെയാണ്. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിരുന്നു. പ്രത്യേകിച്ച് UK, ബ്രിട്ടൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. കാലാകാലങ്ങളായിട്ടല്ലേ, എത്രയോ വർഷങ്ങളായിട്ട് അമേരിക്കയുടെ കോയലീഷന്റെ ഭാഗമല്ലേ. അപ്പൊ ആ രാജ്യത്ത് ഈ ഇമിഗ്രേഷൻ മൂലം ഉണ്ടാകുന്ന ക്രൈം വർദ്ധിക്കുകയും ആ രാജ്യത്തെ അതിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷന് തന്നെ അപകടകരമായ വിധം ഈ ഇൻവേഷൻ വർദ്ധിക്കുന്നത് ട്രംപിനെന്നല്ല, ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ സഖ്യകക്ഷികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം അത് വളരെ കൺസേണിങ് ആണ്, അലാമിങ് ആണ്. അപ്പൊ ട്രംപ് അത് അവിടെ മാത്രമായിരിക്കില്ല പറഞ്ഞത്. അമേരിക്കയുടെ ഏത് സഖ്യ രാഷ്ട്രങ്ങൾ ഈ ഒരു അവസ്ഥ നേരിടുന്നുണ്ടോ ആ രാജ്യങ്ങളോടെല്ലാം ഒരു പക്ഷേ ട്രംപ് പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, യു ആർ അറ്റ് എ വെരി ഡേഞ്ചറസ് പോയിന്റ്. അത് തന്നെയാണ് ട്രംപ് അവിടെയും പറഞ്ഞത്. യൂറോപ്പിൽ പോയ സമയത്ത് ട്രംപ് പറഞ്ഞത് തന്നെയാണ്, ഈ ഇൻവേഷൻ യൂറോപ്പിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അത് നമ്മുടെ ഈ ബോർഡർ ക്രൈസിസിലേക്ക് പ്രസിഡന്റ് ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിലുടനീളം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു അമേരിക്കയിലെ ഇല്ലീഗൽ ബോർഡർ ക്രോസിംഗ്, ഇല്ലീഗൽ മൈഗ്രേഷൻ എത്രമാത്രം പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾക്കറിയാം. എത്രയോ കൊലപാതകങ്ങൾ അതിന്റെ പേരിലുണ്ടായി, എത്രയോ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ക്രിമിനൽസ്, ഇല്ലീഗൽ ക്രിമിനൽസ് എത്രയോ മർഡർ നടത്തിയിട്ട് രക്ഷപ്പെട്ടു, വെനിസ്വേലൻ ഗ്യാങ് മെമ്പേഴ്സ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇമിഗ്രേഷൻ പോളിസിക്കാണ്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനകത്തിൽ തന്നെ മെക്സിക്കോയുടെയും കാനഡയിലെയും ബോർഡർ വഴി അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അപ്പൊ ഇത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ച സ്ഥിതിക്ക് അവിടെ നിന്ന് ഇപ്പൊ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എളുപ്പമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്നത് പോലല്ല, യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും US ഈ ഇൻവേഷൻ നടത്തുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമല്ല. കാരണം അവിടുന്ന് മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, US സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ത്രെട്ടാണ്. ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയിൽ ഈ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇൻവേഷൻ നടത്തിയിട്ട് ആ സിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും അവിടെ നമ്മൾ അതിനെ വീണ്ടും കമ്മ്യൂണൽ ആക്കാനായിട്ട് ശ്രമിക്കും. കമ്മ്യൂണൽ ആക്കുന്നതിനപ്പുറത്തായിട്ട് ഈ രാജ്യങ്ങളിൽ വന്നിട്ട് അവരുടെ നിയമങ്ങളെ മാറ്റി എഴുതി, ആ രാജ്യത്തുണ്ടായിരുന്ന നിയമങ്ങൾ മാറ്റി എഴുതിയിട്ട് മറ്റ് നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ജിൻസിന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ജിൻസിന്റെ വീട്ടിലെ പോളിസീസും റൂൾസും അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കണം, അല്ലാതെ അവിടെ വന്നിട്ട് ഞാൻ അത് ചേഞ്ച് ചെയ്യാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. അപ്പൊ എന്താണ് യൂറോപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസ്, അവരുടെ നിയമങ്ങള് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതൊക്കെയോ രാജ്യത്ത് നിന്ന് വന്ന നമ്മളെ പോലുള്ള ആളുകള് നമ്മൾ ഈ രാജ്യത്ത് വന്ന് മാനം മര്യാദയ്ക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി ഇവിടെ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആയി ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടതിന് പകരം ഇവിടെ വന്നിട്ട് തോന്നിവാസം കാണിച്ചിട്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്യുക. ഈ രാജ്യത്ത് അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊരു ഇമിഗ്രൻസിന്റെ രാജ്യമാണെന്ന് പറയും. ശരിയാണ്, ഇമിഗ്രൻസിന്റെ രാജ്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഇത് ഇവിടെ ഈ രാജ്യം കെട്ടിപ്പടുത്ത ഇതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഉണ്ട്, അവരൊക്കെ എഴുതി ചേർത്ത കുറച്ച് നിയമങ്ങളും നിയമസംഹിതകളുമുണ്ട്. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും പുല്ലുവില കൊടുത്തുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാവുന്ന നിലയിൽ ഇമിഗ്രൻസ് എന്നും പറഞ്ഞ് നമ്മൾ കുറച്ചു പേര് വന്നാൽ അതിനെയൊക്കെ പ്രതിരോധിക്കണ്ടേ ജിൻസെ? അത് ഈ രാജ്യത്ത് മാത്രമല്ല, രാജ്യവുമായിട്ട് സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അത് നോക്കിക്കണ്ടിരുന്ന് ചിരിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. ട്രംപ് അത് മാത്രമാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്, ഇറ്റ്സ് എ ടെറിബിൾ സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഹാവിംഗ് എൻ ഇൻവേഷൻ, ഡു സംതിങ് ടു സ്റ്റോപ്പ് ദിസ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നല്ലേ അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് എന്താ തെറ്റ്? യൂറോപ്പിലെത്തിയ, പ്രത്യേകിച്ചും ലണ്ടനിലെ സ്കോട്ട്ലാൻഡിൽ വിസിറ്റ് ചെയ്ത നമ്മുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അതായത് ഇമിഗ്രേഷനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇമിഗ്രേഷൻ ഈസ് കില്ലിങ് യൂറോപ്പ് എന്നാണ്. അതുപോലെ തന്നെ പറഞ്ഞത് ഇപ്പോ ഷാജൻ പറഞ്ഞതുപോലെ പറഞ്ഞത് ഹൊറിബിൾ ഇൻവേഷൻ എന്നാ പറഞ്ഞത് അതിനെ. അപ്പൊ അത് യൂറോപ്യൻ ലീഡേഴ്സിനോട് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ എന്നാ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വോൺ ചെയ്തേക്കുവാണ് US-ന്റെയും യൂറോപ്യൻ യൂണിയന്റെയും വ്യാപാര ചർച്ചകൾക്ക് മുമ്പ് കർശനമായ കുടിയേറ്റ നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ യൂറോപ്പിന് അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമെന്നും അദ്ദേഹം ഇവർക്ക് വോൺ ചെയ്തേക്കുവാണ്. അതുപോലെ തന്നെ അദ്ദേഹം യൂറോപ്പിന്റെ കുടിയേറ്റ ഊർജ്ജ നയങ്ങളെയും നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതുപോലെ അദ്ദേഹം ഇവിടെയും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് അവിടെ പോയപ്പോഴത്തേനും സംസാരിച്ചത്. അതായത് രേഖകളില്ലാതെ ഇല്ലീഗലായിട്ടിരിക്കുന്നവര്, ഇപ്പൊ ഒരാൾ ഇവിടെ വന്ന്, ഒരു ഇമിഗ്രന്റ് ഇവിടെ വന്ന് കഠിന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഒരു കർഷക ഫാമിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ഒരു ഇല്ലീഗൽ പേഴ്സൺ ആണെങ്കിൽ അയാൾ നാച്ചുറലി സ്യൂട്ട് ആയിട്ടുള്ള ആളല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് തന്നെയാണ് അയാൾ അവിടെയും പറഞ്ഞത്. അപ്പൊ അതിന്
ജേർണലിസ്റ്റുകളും കമന്റേറ്റേഴ്സും പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേസിസം ആണ്, പിന്നെ ഹ്യൂമാനിറ്റേറിയന് നിരക്കുന്ന കാര്യം അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. ഈ ഒരു സംഭവത്തിന് ശേഷം യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോർഡർ പ്രൊട്ടക്ഷൻ പോളിസിയിൽ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം അവര് കാലാകാലങ്ങളായിട്ട്, നമ്മളിപ്പോ ഋഷി സുനക്കിന്റെ കാലത്ത്, ഋഷി സുനക് പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ് ചെറിയ ബോട്ടുകളില് ഫ്രാൻസിൽ നിന്നും മറ്റ് യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്ന അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നെ അവരവിടെ തന്നെ തടയുന്നതിനോ ഇവർ ശ്രമിച്ചിട്ട് നടക്കാതെ വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഇംഗ്ലണ്ടിന് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും അവരെ കൊണ്ടുപോയി ലണ്ടനിലുള്ള വലിയ വലിയ ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും ഒരു ദിവസം തന്നെ എത്രയോ പിന്നെ പൗണ്ട്സ് റെന്റ് കൊടുത്ത് അവരുടെ ഫുഡ് എല്ലാം കൊടുത്തുകൊണ്ട് അവരെ അവിടെ താമസിപ്പിക്കേണ്ട ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ഇതിനകത്തുള്ള കുറെ വീഡിയോസ് വെളിയിൽ വന്നു. അതായത് ഇവരവിടെ അവരുടെ ലെഷർ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അവര് പിന്നെ വീഡിയോ ഗെയിം കളിക്കുന്നു, കാർഡ്സ് കളിക്കുന്നു, അവര് സ്വിം ചെയ്യുന്നു, അവര് ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് അവരുടെ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവര് വെളിയിൽ ഇറങ്ങുന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനെതിരെ അവിടെയുള്ള സിറ്റിസൺസ് പ്രൊട്ടസ്റ്റ് ചെയ്തു. ഈ ആന്റി ഒരു അസൈലം പിന്നെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി അവിടെ. പിന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് വളരെ പിന്നെ ഷാജിൻ പറഞ്ഞതുപോലെ വളരെ സമാധാനപരമായിട്ട് വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു ലണ്ടൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയുടെ ഒരു ശാന്തതയെ ഈ ഒരു പ്രൊട്ടസ്റ്റ്, പല തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ വന്നപ്പോഴത്തേനും അത് ആ ശാന്തത ഇല്ലാതാക്കി. അത് ഒരു തരത്തില് ഈ ആന്റി അസൈലം ആൾക്കാരുടെ ഒരു പ്രൊട്ടസ്റ്റ്, മറ്റു സൈഡിലാണെങ്കിൽ പിന്നെ ഈ അസൈലം സീക്കേഴ്സിന്റെ ഒരു പ്രൊട്ടസ്റ്റ്. ഇത് രണ്ടും കൂടെ അപ്പുറമായിരുന്നു. ഇതൊന്നും 1-2 ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ലല്ലോ. അത് തന്നെയാണല്ലോ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ എന്താണ്, നിങ്ങള് ഇത് വീണ്ടും അനുവദിച്ചുകൂടാ. ബൈഡന്റെ സമയത്ത് അമേരിക്കയിൽ സംഭവിച്ച കാര്യം, അമേരിക്കയിൽ ഒരു വെറ്റിംഗും ഇല്ലാതെ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഇല്ലീഗൽ ക്രിമിനൽസ് വെയർ അലൗഡ് ടു ദ US ഡ്യൂറിംഗ് ദ ബൈഡൻ ഇറ. അത് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഫിക്സ് ചെയ്തു. നോക്കൂ, കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒറ്റ ഇല്ലീഗൽ ക്രോസിംഗ് പോലും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടാ? ഷട്ട് ഇറ്റ് ഡൗൺ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂഖണ്ഡം തന്നെ ഇല്ലാതായി പോകും, ഈ കോണ്ടിനെന്റ് തന്നെ ഇല്ലാതായി പോവും എന്ന് പറയുകയാണ്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഹംഗറിയെയും പോളണ്ടിനെയും പുള്ളി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലെ ഷാജൻ, ഇതിനകത്ത് എന്നറിയോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ വരെ തേങ്ങ ചാടി എന്ന് പറഞ്ഞ പോലെ തേങ്ങ ചാടുമല്ലേ ഇത്. നമ്മുടെ പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് അവരെ തലക്കിട്ടി തേങ്ങ വെച്ച് എറിയത്. ഒരു കാര്യം ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, യു കെയില് അയർലൻഡിൽ, നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസില് അവര് വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് അംഗീകരിച്ചുകൊണ്ട് ഞാനൊരു 4-5 വർഷം ജീവിച്ച ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ട്. അവിടെ ഈ അവരുടെ ഒരു കൾച്ചർ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ പറയാ, ഇപ്പം ഈ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അല്ലെങ്കിൽ ഈ അസൈലം സീക്കേഴ്സിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ട് ഈ സിസ്റ്റത്തെ മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് വന്ന് കാനഡയില് ഈ ഫുഡ് ബാങ്കുകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വ്യാപ്തി വളരെയാണ്. പക്ഷെ ഈ ആൾക്കാർക്ക്, ഈ കമ്മ്യൂണിറ്റിക്ക് അറിയത്തില്ല നിങ്ങൾ ഇന്ത്യക്കാരനാണോ പാകിസ്ഥാനാണോ എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയത്തില്ല. അവർ എഫ് കൂട്ടി ബാക്കിന്ന് വിളിയൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് ഒന്നും നമുക്ക് ഒരു 10 വിളി കേൾക്കാതെ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. അവിടെ നമ്മൾ പറയും ഈ പറഞ്ഞ പോലെ ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, അവര് റേസിസം എന്ന് പറയുന്നത് അവിടെ ഒട്ടും ഇല്ലതാനും എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിലെല്ലാം അവരുടെ ആ ഒരു വർഗബോധമുണ്ട്. അതിനെയാണ് ഇപ്പൊ ട്രംപ് ഇളക്കി വിട്ടത്. കാരണം നിങ്ങളിപ്പോ അയർലൻഡിലൊക്കെ ഈ മര്യാദയ്ക്ക്, ഞാനൊക്കെ അതിൽ ഒത്തിരി ഫ്രീ ആയിട്ട് ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്, പല സമയങ്ങളിലും അസമയത്തൊക്കെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട്. ഒരു 2 ലക്ഷം മൈലെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ച് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് യൂറോപ്പിലും അയർലൻഡിലും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. പക്ഷെ അവിടെയൊക്കെ അന്നുണ്ടായിരുന്ന അത്രയും പോലും സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ നമ്മൾ ഏഷ്യൻസിനെ കാണുമ്പം ഇവർ ഈ പറഞ്ഞ ഈ അസൈലം സീക്കറാന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് നമ്മളെ ആക്രമിക്കുന്നത്. ആര് വരുത്തി വെച്ചു?
ആര് അത് വരുത്തി വെച്ചു? കാലക്രമേണ വന്ന ആ ഒരു കാര്യമാണ്. കാലക്രമേണ അങ്ങനെ വന്നു. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ആൾക്കാരുടെ തന്നെ ഒരു സ്വഭാവം കൂടെ നമ്മൾ ആലോചിക്കുക. അന്നത്തെ കാലഘട്ടത്തില് ഈ വീടുകളില്ല, നമുക്ക് പള്ളികളൊന്നും ഇല്ലല്ലോ. അപ്പൊ 25 വർഷം മുമ്പ് 20 വർഷം മുമ്പത്തെ കാര്യം അത്ര പറയാം. വർഷത്തേക്കൊന്നും പോണ്ട. വീടുകളിൽ പ്രാർത്ഥന, കൈകൊട്ടി പ്രാർത്ഥന നടത്തിയിട്ട് ആൾക്കാർ വീടിന് കല്ലെറിഞ്ഞ സംഭവങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. അന്ന് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അവിടേക്കൊന്നും അത് വരട്ടെ. ഞാൻ ജിൻസി പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ ജിൻസിന്റെ തൊട്ടപ്പുറത്ത് ന്യൂയോർക്ക് സിറ്റിയിൽ 9/11 നടന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ബ്രൗൺ ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു. ആര് വരുത്തി വെച്ചു? അപ്പൊ അതിനകത്ത് നമ്മളും വിക്റ്റിമായി പോകുന്നു എന്നുള്ളത് ഒരു വേറെ ഓപ്ഷൻ ഇല്ല. ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് 9/11 സംഭവിപ്പിച്ചതിന് ശേഷം അതിന്റെ ഭാഗമല്ലാത്ത ആളുകളും അത് ആരും ആയിക്കൊള്ളട്ടെ, അത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, അതിന്റെ ഭാഗമല്ലാത്ത നമ്മളാരും ബാക്കിയുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും, അവരൊന്നും ഐസിസിന്റെ ഭാഗമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന താലിബാന്റെ ഭാഗമൊന്നും അല്ലല്ലോ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഈ വെള്ളക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നമല്ല. അവര് നോക്കുമ്പോൾ നമ്മുടെ സെയിം കളറുള്ള ആളുകൾ ഇത് ചെയ്തു. അപ്പൊ നമ്മളും അതിനകത്തിൽ അറിയാതെയോ അറിഞ്ഞോ നമ്മളും അതിനകത്തിൽ അകപ്പെട്ടു പോവുകയാണ്. വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ. കാരണം എന്താണെന്നറിയോ, ഒരു വിങ്ങിപ്പൊട്ടിയിരുന്ന ഒരു യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പൊ ജർമ്മൻസും IRA എന്ന് പറഞ്ഞ ഐറിഷ് ആർമി ഒക്കെ ഉള്ള രാജ്യമാണ് UK-ല്. കാരണം UK-ൽ ഉണ്ടായ ഇപ്പൊ ഈ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സും 11 വയസ്സുമുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസ്, അതൊന്നും ഈ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള്, രാഷ്ട്രീയ നേതൃത്വം വളരെ മിതമായിട്ട് അതിനെ അക്കൗണ്ട് ചെയ്തു. പക്ഷെ ഇതൊരു എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നേതൃത്വം എന്ന് പറയത്തില്ല, അവിടുത്തെ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് എന്ന് പറയണം, അങ്ങനെ പറയണം. അവിടെ ലെഫ്റ്റും റൈറ്റും എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പുതിയ അവിടുത്തെ ലേബർ ആണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും അവർക്കെല്ലാം ഒരേ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. കാരണം അവരുടെ ആ ഒരു ലിബറൽ സ്വഭാവത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ഏഷ്യൻ കമ്മ്യൂണിറ്റി നന്നായിട്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ്. ഇത് മാത്രമേ ഉള്ളൂ, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന കൂടി വന്നപ്പോൾ ഇത് എന്നാണെങ്കിലും ഇത് എക്സ്പ്ലോഡ് ചെയ്യാൻ ഒരു സെർട്ടൺ പോയിന്റിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ആ കമ്മ്യൂണിറ്റിനെ നമ്മൾ അത്രമാത്രം നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾ അവിടെ പഠിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട ഒരു കാലാവസ്ഥയുള്ള രാജ്യത്ത് പോയിട്ട് മതം പ്രചരിപ്പിക്കാൻ, അതിന് ഞാൻ പറയാ, അതിൻ്റെ അകത്ത് മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ഇപ്പം മലയാളികൾ കമ്മ്യൂണിറ്റി ആണെങ്കിലും, നമ്മൾ പറയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ പോലും, ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും അവിടെ പോയി രഥം ഉരുട്ടുകയും അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം ഉണ്ടാക്കുന്ന ഒത്തിരി പണികൾ ചെയ്യുന്നുണ്ട്. ആ പണികൾ അവരുടെ കൾച്ചറിനെ നമ്മള് ഡാമേജ് ആക്കുവാണ്. അവര് സഹി കെട്ട് ഇത് പിടിച്ചിടുക. പക്ഷെ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ആക്രമണങ്ങൾ പല ആൾക്കാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പലതും പുറത്ത് പറയുന്നില്ല. അടികിട്ടിയ ഏതെങ്കിലും മലയാളി നമുക്ക് പുറത്ത് പോയി എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടു, ആദ്യം കണ്ടാൽ എനിക്ക് അടികിട്ടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പറയുന്ന പ്രശ്നമില്ലല്ലോ, ഇഷ്ടംപടി ആൾക്കാർ അടിമേടിക്കുന്നുണ്ട്. കാരണം അവർ സഹി കെട്ടിട്ടാണ് ഇപ്പൊ ഇതിനകത്ത് വന്നേക്കണത്. കാരണം അതുപോലെയുള്ള ദ്രോഹം UK-ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല സ്ഥലങ്ങളിലും ശരിയാ ലോ മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പോലീസിന് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ആ പ്രദേശം ഒന്ന് ആലോചിച്ച് നോക്കുക. ബ്രിട്ടനെ പോലെ ഇത്രമാത്രം വളരെ വികസിതമായ ഒരു ചരിത്രമുള്ള ആ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അപ്പൊ അവിടെ ഈ ഇങ്ങനെ ഒരു സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മുടെ പ്രസിഡന്റിന്റെ ആ ഒരു ഡയലോഗ് കാരണമായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിപ്പോ ജിൻസ് പറഞ്ഞ പോലെ തന്നെ മോങ്ങാനിന്റെ പട്ടിയുടെ നെഞ്ചിൽ തേങ്ങ വീഴുന്നോ തലയിൽ തേങ്ങ വീഴുന്നോ അതൊരു സൈഡിൽ നിൽക്കുമ്പോഴും അത് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും അവര് വിങ്ങിപ്പൊട്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നില് ഈ അടി വാങ്ങി കൂട്ടുന്നതിന്റെ മുഖ്യ കാരണം നമ്മൾ തന്നെയാണ്. ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു ഇൻവേഷൻ, ഈ ഒരു കുടിയേറ്റം ഉണ്ടായപ്പോഴത്തേന് അതൊരു പോർഷനായിട്ടാണ് ഉണ്ടായത്. ആദ്യം കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായി, പിന്നെ കോവിഡ് കഴിഞ്ഞ് ഒരു ഭയങ്കര എന്താ പറയാ, ഒരു മൊത്തത്തിൽ അങ്ങ് ഒരു പോക്കായിരുന്നു. എല്ലാരും കൂടെ യൂറോപ്പിലേക്ക് ഒരു പോക്കായിരുന്നു. ആ പോക്കില് എന്താ പറയാ, നമ്മളുടെ അവിടെ നിന്ന് ഈ പറിച്ചു നടുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ പോയപ്പോഴത്തേനുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് നമ്മളുടെ കമ്മ്യൂണിറ്റി എന്നല്ല, മൊത്തം ഇന്ത്യക്കാർ മൊത്തത്തിൽ ഞാൻ പറയാം, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ആ കിട്ടിയ സ്വാതന്ത്ര്യം അവരങ്ങ് ആസ്വദിക്കുകയാണ്. അപ്പൊ അവിടുത്തെ നിയമങ്ങള്, ആ നിയമങ്ങള് പിന്നെ അവരുദ്ദേശിക്കുന്ന നിയമങ്ങള്, കുറെ ഹിഡൻ നിയമങ്ങളുണ്ട്, അല്ലാത്ത നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ അരച്ചു കലക്കി പെട്ടെന്ന് അതൊക്കെ മനസ്സിലാക്കാനുള്ള സാവകാശം അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ അതൊക്കെ ഒത്തിരി പേരെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. എത്ര കേസുകളാണ് ഓരോ ദിവസവും വെളിയിൽ വരുന്നത്. ഭാര്യയെ തല്ലിയതിന് ഭർത്താവ് അറസ്റ്റിൽ, ഭർത്താവ് ജയിലില്, പിന്നെ സൂയിസൈഡ് ഉള്ള കാര്യങ്ങൾ എത്ര വരുന്നു.
പിന്നെ ഈ കുട്ടികള്, കൊച്ചു കുട്ടികള് അങ്ങനെ ഒരു സൈറ്റിൽ കയറി അവരുമായിട്ട് പിന്നെ എന്താ പറയാ മെസ്സേജ് അയക്കുന്നതിന്, അങ്ങനെ സെക്ഷൽ അസോൾട്ടില് എത്രയോ കുട്ടികള് നമ്മളുടെ അവിടുന്ന് പഠിക്കാൻ പോയ കുട്ടികളെല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഡിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സോ ഇതൊക്കെ വന്നിട്ട് നമ്മളുടെ അവിടെ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളുടെ അവിടുന്ന് ഒരു സ്വാതന്ത്ര്യം തേടി വേറൊരു രാജ്യത്തേക്ക്, സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കാനെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വന്നിട്ട് പെട്ടെന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു കൈകാലിട്ട് അടിയാണ്. അവസാനം പോയി ചെന്ന് വീഴുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ പിന്നെ ഓണ ആഘോഷം, ഈ ഒരു മാസ് ഒരു ഇംഗ്ലീഷ് കുടിയേറ്റം ഉണ്ടാകുന്നതിന് മുന്നേ ഓണാഘോഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ ഒരു ആഘോഷം ഇല്ലായിരുന്നു. ഇത് അവര് നോക്കുമ്പോഴത്തേനും നമ്മൾ കാണുന്ന എന്താ, 7 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമോ നമ്മൾ ഇവിടെ ഒരു ഡ്രില്ല് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഗ്രാസ് കട്ട് ചെയ്യാറില്ല, നമ്മൾ മോവിങ് ചെയ്യാറില്ല. ഇതിവിടെ അങ്ങനെയല്ലല്ലോ. ഈ ഇടയ്ക്കും കൂടെ കാനഡയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ലണ്ടനിൽ ഒരു പ്രശ്നം ഉണ്ടായി. അടുത്ത വീട്ടിലുള്ള പഞ്ചാബിക്കാർ ആരാണ്ട് പിന്നെ അവരുടെ പിന്നെ ബേസ്മെന്റ് റിപ്പയർ ചെയ്യുവാണ്. അപ്പൊ അവർക്ക് വീഡിയോ എടുത്ത് പോലീസിനെ വിളിക്കേണ്ടി വന്നു. സോ അവരുടെ നിത്യയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് വിഘാതം ഉണ്ടാകുമ്പോഴത്തേനുമാണ് ഇത് പ്രശ്നമാകുന്നത്. സോ അവർ ഈ ഇങ്ങനെ മുട്ടിയിരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു ദൈവരക്ഷകനെ പോലെ ട്രംപ് അവിടോട്ട് ചെല്ലുകയും ട്രംപ് ഇങ്ങനെ ഈ ഒരു സാധനം അങ്ങ് ഇടുകയും ചെയ്യുന്നത്. പിന്നെ അവർക്ക് പിന്നെ ഒരാൾ കിട്ടിയല്ലോ, ഒരു ഞങ്ങൾക്കൊരു ബൂസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ അവരങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമായിരുന്നു. അപ്പൊ ഇപ്പൊ ലണ്ടനിൽ, ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്താം, ലണ്ടനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഋഷി സുനക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴത്തേനും അവർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ തുടക്കം ഇട്ടിട്ട് നടക്കാതെ വന്നൊരു കാര്യമായിരുന്നു ഈ ബോട്ടുകളിൽ വരുന്ന പിന്നെ എന്താ ഇല്ലീഗൽ പീപ്പിളിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഇപ്പൊ അവരെടുത്തിരിക്കുന്ന തീരുമാനം, ഫ്രാൻസുമായിട്ട് അവരൊരു പിന്നെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് വരുന്ന ഒരു ഇല്ലീഗൽ ഒരു ബോട്ടിൽ കുറെ പേര് വരുന്നു, അതിൽ ഒരാള് ഇല്ലീഗൽ ആണെങ്കിൽ അവര് തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ അയക്കും. പകരം ഫ്രാൻസിലുള്ള ഒരു ആള്, അയാളുടെ കുടുംബം ആരെങ്കിലും ലണ്ടനിലുണ്ടെങ്കിൽ അവര് ലണ്ടൻ അക്സെപ്റ്റ് ചെയ്യണം. അവരിപ്പോ പുതിയതായിട്ട് പിന്നെ എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. സോ അങ്ങനെ അതിനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇത് തുടക്കം ഇട്ടിട്ടുണ്ട്. എത്രത്തോളം അത് പിന്നെ പ്രാബല്യത്തിൽ വരുമോ, എങ്ങനെയാ അത് ഇതാകുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ജെയിംസ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അവരുടെ നിയമങ്ങള് അല്ലെങ്കിൽ അവർ ജീവിച്ചു പോകുന്ന ശാന്തമായ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ കടന്നുകയറ്റം, അതായത് നമ്മളുടെ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത രീതി അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ശാന്തമായ ജീവിതത്തിലേക്ക് കടത്താൻ ശ്രമിച്ചപ്പോഴുണ്ടായ ഒരു പ്രശ്നമാണ്. ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓണാഘോഷം, ക്രിസ്മസ് പരേഡ്, മറ്റേ ഈ രഥം ഉരുട്ടുന്ന പരിപാടിയൊക്കെ ഇവർ ഇതിന്റെ ഒരു ഡിഫറെന്റ് കൾച്ചർ എന്ന രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ അത് പോയി കഴിഞ്ഞിട്ട് ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് പബ്ലിക്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നോയിസി ആണല്ലോ. അതായത് ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു സ്വൈര്യ ഇതിന് ഹനിക്കുന്ന പരിപാടികൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാം ബോട്ട് റേസ് പോട്ടെ, എവിടെയെങ്കിലും ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം മലയാളികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു പൊതുനിരത്ത് കണ്ടു കഴിഞ്ഞാൽ, പിന്നെ അമേരിക്കയൊക്കെ ഷാജൻ പറഞ്ഞ പോലെ ഇത് ഇമിഗ്രന്റ് കൺട്രി ആയതുകൊണ്ട് ഉദാഹരണം, നമ്മളിപ്പോ ഒരു സ്കോച്ച് വിസ്കി വല്ലപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ആയിരിക്കും. സ്ഥിരമായിട്ട് സ്കോച്ച് വിസ്കി മാത്രം ഇഷ്ടമാതിരി കിട്ടിക്കൊണ്ടിരുന്നാലേ അതിന് പിന്നെ വലിയ വിലയൊന്നും അത് പരീക്ഷയ്ക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഷാജൻ ഞാനോട് കളിപ്പിടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹിയില്ല. ഞാനൊരു ചെറിയൊരു കണക്ക് ഞാനിപ്പോ നോക്കുകയായിരുന്നു. ഈ UK-ലെ ഏതായാലും നമ്മള് ട്രംപ് അവിടെ ചെന്ന് ഭൂതത്തെ അഴിച്ചുവിട്ടെന്നൊക്കെയല്ലേ ഇപ്പൊ ജിൻസ് പറയുന്നേ. എന്തായാലും അഴിച്ചുവിട്ട ഭൂതം അവരെ രക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടുത്തെ യൂറോപ്യൻ ലീഡേഴ്സിന് അത്യാവശ്യം മനസ്സിലായി കാണും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് സത്യമാണ്. പിന്നെ അടി കിട്ടുന്ന കാര്യം ജിൻസേ, അതിപ്പോ ചിലപ്പോൾ നമുക്കൊക്കെ നാളെ കിട്ടിയെന്നിരിക്കും. നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ മാർഗം, മനസ്സിലായോ? എനിക്കിവിടെ ഒരു സുഹൃത്തുണ്ട്, ഒരു വളരെ പിന്നെ എന്താ പറയാ, പുള്ളി ഒരു വേണമെങ്കിൽ ഒരു എവിടെ ചെന്നാലും അടി മേടിക്കുന്ന ആളാണോ? എവിടെ ചെന്നാലും അടി മേടിക്കുന്ന ആളാണോ? അല്ല, ഞാൻ പറഞ്ഞ ഒരു വെള്ളക്കാരനാണ്, റെഡ്ടെക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിടയ്ക്ക് പുള്ളിയോട് പറയവേ, ഈ എന്തെങ്കിലും ഈ പിന്നെ നിങ്ങളെല്ലാരും കൂടെ ഇറങ്ങി ഈ പിന്നെ നമ്മുടെ ഈ ചിക്കൻ നഗറ്റ്സുടെ കളർ പോലെ ഇരിക്കുന്ന തൊലിയുള്ളവരെയൊക്കെ അടിച്ച് ഒതുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പിള്ളേരെ എല്ലാരും കൂടെ കെട്ടിപ്പുറക്കിയൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് അങ്ങ് വരും. അപ്പൊ അവന് എന്നെ അറിയാവുന്നത് കൊണ്ട്, എന്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ അറിയാവുന്നതുകൊണ്ട് പുള്ളി എപ്പോഴും എന്നോട് പറയും,
യു ആർ ഓൾവേസ് വെൽക്കം. അങ്ങനെ ഉണ്ടെന്നുണ്ടെ അപ്പ വിളിക്കുക, നേരെ വണ്ടി എടുക്കുക, പോരുക. ഞാൻ പറഞ്ഞു എനിക്കത് മാത്രമേ രക്ഷയുള്ളൂ. ആലോചിച്ച് നോക്കിയേ, ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് അവരുടെ ക്ഷമയെ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സാഹി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും സാറേ? അവരെ സംബന്ധിച്ചെടുത്ത് ഷാജ ഇതുണ്ടല്ലോ, അമേരിക്കയിലെങ്ങാനും ഒരു സിവിൽ വാർ ഉണ്ടായാൽ, കാരണം ഇവിടെ ഓരോ വീട്ടിലും ഈ വെപ്പൺസ് AK-47 തൊട്ട് ഓരോ വീടുകളിലും 10ഉം 15ഉം തോക്കുകളാണ് ഓരോരുത്തരുള്ള. കാരണം ഇത് ഈ 15ഒന്നും അല്ല സാറേ. ഞാനീ പറഞ്ഞ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിൽ ഈ സാധനം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു മിനിമം ഒരു $1.5 മില്യൺ സാധനം കാണും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വളരെ അപകടകരമായ ഒരു രീതിയാണ്. നമ്മുടെ ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നവനായാലും കൊള്ളാം, ബംഗ്ലാദേശിൽ നിന്ന് വന്നവനായാലും കൊള്ളാം, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നേച്ച് ഈ രാജ്യത്തെ ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ നിന്നാൽ നമ്മളൊക്കെ ഇതിന്റെ വിക്ടിംസ് ആണ്. ഒരു സംശയം വേണ്ട. ഞാനത് വളരെ ആധികാരികമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ഭയം അതാണ്. നമ്മുടെ കുട്ടികളൊന്നും അവരുടെ തൊലി ഒന്നും വെളുത്ത നിറമൊന്നുമല്ല. ഇവിടെ ജനിച്ചവരും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്നവരാന്നൊക്കെ നമുക്ക് പറയാം. അവർ നടക്കുന്നതൊക്കെ ഈ വെള്ളക്കാരുടെ കൂടെയും കറുത്തവർഗക്കാർ പിള്ളേരുടെ കൂടെ ഒക്കെയാണ്. അവരുടെ ജീവിത രീതികളും അവരുടെ ഇടപെടലും ഒക്കെ അതാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. അടുത്ത ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഇതിനെ നിങ്ങള് ജിൻസ് തൊടാതെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, ഇതിനെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ റാഡിക്കൽ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് ആണ്, ഡെമോക്രാറ്റുകളാണ്. ഒരു സംശയവും വേണ്ട. അത് നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും സാറേ ഞാനത് പറയും. ഇത് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഞാൻ പറയാൻ വന്ന കണക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 2022, 2023 കാലങ്ങളിൽ നമ്മുടെ ബോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ബോട്ട് ക്രോസിംഗ്സ് റീച്ച്ഡ് ഓവർ 44,000 പെർ ഇയർ അക്കോർഡിംഗ് ടു ഗവൺമെന്റ് ഫിഗേഴ്സ്. സർക്കാർ കണക്കനുസരിച്ചാണ് 44,000 ബോട്ടുകൾ ഈ 2022-23 ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തു ഫ്രാൻസിൽ നിന്ന്. നിയർലി 22,500 പീപ്പിൾ ഹാവ് അറൈവ്ഡ് ഇൻ ദ UK സോ ഫാർ ദിസ് ഇയർ. ഈ വർഷം 2025 6 മാസം തികയുന്നതിന് മുന്നേ 22,500 പേര് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് വന്നു. 57% ഓൺ ദ സെയിം പോയിന്റ് ലാസ്റ്റ് ഇയർ. നെറ്റ് ഇമിഗ്രേഷൻ ടു ദ UK വാസ് 431,000 ലാസ്റ്റ് ഇയർ. മനസ്സിലായോ? കഴിഞ്ഞ വർഷം മാത്രം 4,31,000. അപ്പൊ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു പ്രോപ്പർ വെറ്റിംഗ് ഇല്ല, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ല. അവിടുന്ന് ഇവിടുന്ന് വരുന്നവനൊക്കെ തീവ്രവാദിയാണോ അതോ സൂയിസൈഡ് ബോംബർ ആണോ, ഇതൊന്നും അറിയാതെ നമ്മൾ ഇവിടെ കയറ്റി വെച്ചതുപോലെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ന്യൂസ് വായിച്ചില്ലേ, ഇറാൻ അയച്ച എത്രയോ ചാര ബന്ധമുള്ള ആളുകൾ US ഉണ്ടെന്ന്. അപ്പൊ ഞാനത് മുഖവിലേക്ക് എടുക്കുക. കാരണം പ്രസിഡന്റ് ട്രംപിനെ അതുപോലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ ലക്ഷ്യം വെച്ച് ഇവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവനൊന്നും ജീവനോടെ പോകില്ല. അതിനകത്തൊരു സംശയം വേണ്ട. പിന്നെ ഇറാൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകില്ല. അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഇറാൻ എന്നല്ല, അതിനുമായിട്ട് കൂട്ടു നിൽക്കുന്ന ഒരാളും ആ ഒരു സംവിധാനമേ ഉണ്ടാവില്ല. അക്കാര്യത്തിലൊന്നും നമുക്ക് ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിന് ആ ഭയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ അപകടം. നിങ്ങൾ ഈ ഒരു ടോപ്പിക് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. കാരണം നമ്മുടെ ആളുകളെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതിനെ വെറുതെ ഇങ്ങനെ ട്രംപ് കാണിക്കുന്നത് ഇമിഗ്രേഷൻ പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്ന് പറയുന്നതിനപ്പുറത്തായിട്ട് ഇതിന്റെ ഒരു സിവിയറിറ്റി, ഇതിന്റെ ഒരു ഗൗരവം ഈ ആളുകളൊന്നും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മര്യാദയ്ക്ക് ഇവിടെ വന്ന് ജീവിക്കുക. പഠിക്കാൻ വന്നവൻ പഠിച്ചേച്ച് പോവുക. അല്ലാതെ പാലസ്തീന്റെ കൊടി ഉയർത്താനും സെമിറ്റിസം കളിക്കാനും അമേരിക്കയുടെ കൊടി കത്തിക്കാനും യൂണിവേഴ്സിറ്റി വന്നേച്ച് സർക്കാരിന്റെ ചെലവ് വന്നേച്ച് ഇവിടുത്തെ സർക്കാരിനെതിരെ തോന്നിയാസം പറയാനും ഇവിടുത്തെ ഫ്ലാഗ് വലിച്ചു കീറാനും അതിന്റെ മുകളിൽ കയറി പാലസ്തീന്റെ ഫ്ലാഗ് കെട്ടാനും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ റൂബിയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിസ ഈസ് നോട്ട് എ റൈറ്റ്, ഇറ്റ് ഈസ് എ പ്രിവിലേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇമിഗ്രേഷൻ. ഞാൻ വ്യക്തമായിട്ട് പറയണം, ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്രീൻ കാർഡ് ആൻഡ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ്. US പാസ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞേ
എന്ത് തോന്നിയാസം കാണിക്കാന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഒക്കെ വാങ്ങിച്ച് തിരിച്ചു വിടാൻ അവർക്കറിയാം. ബിക്കോസ് യു ആർ എ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ, യു ആർ നോട്ട് എ ബോൺ സിറ്റിസൺ. ഒരു സംശയം വേണ്ട. അപ്പം മര്യാദയ്ക്ക് ഇവിടെ വന്ന് ജീവിച്ചൊക്കെ പോവാം. പിന്നെ നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ കുറച്ച് കൂർമ്മ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കത്തേ ഉള്ളൂ. കഴിക്കാനായിട്ട് മറ്റുള്ളവരുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ പിന്നെ ഉരുട്ടാൻ ഒത്തിരി പേര് കാണും, കഴിക്കാനാണ് ആ ഒരു സ്വഭാവം നമുക്കുള്ളത് കൊണ്ട്. അപ്പൊ ഷാജൻ പറഞ്ഞ പോലെ ട്രംപ് അയച്ചുവിട്ട ഭൂതം ഇത് മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ട് തിരിച്ച് കുടത്തിൽ കയറാനുള്ള സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം ഇതിന്റെ അകത്ത് നമ്മളൊന്നും ഒരു കൺസേൺ അല്ല. നമ്മളൊക്കെ ലീഗലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഈ രാജ്യത്ത് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് നേരായ പാതയിലൂടെ വന്നതാണ്. അസൈലം സീക്കേഴ്സിനെയൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതാണ്. കാരണം അവരുടെ ഒരു കൾച്ചറൽ ഇൻവേഷൻ വലിയ വിഷയമാണ്. അപ്പൊ അവര് ഈ നാടിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കാരണം ഇപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിലും വേറെ ഏത് രാജ്യത്ത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ രാജ്യത്തേക്ക് വരിക, അങ്ങനെയുള്ള ഈ വെസ്റ്റേൺ കൺട്രീസിൽ വരിക. അവരുടെ ഒരു വിശാല മനസ്കത നമ്മൾ കാണാതെ പോകുന്നത് വളരെ മോശമാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ദുരാചാരങ്ങളും എല്ലാം അവിടെ വെച്ച് വേറെ പുതിയൊരു പെട്ടിയുമായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ വന്നാൽ സമാധാനമായിട്ട് ജീവിക്കാം. അല്ലാതെ വരുന്ന ആൾക്കാർ ഞങ്ങൾക്കും കൂടെ തല്ല് മേടിച്ചു തരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാലം മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനുള്ളത്. ട്രംപിന്റെ ഭൂതം ഒരു നല്ലതിനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി. താങ്ക് യു.